പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇസ്രായേലിലെ വ്യോമതാവളങ്ങളിൽ അമേരിക്കയുടെ അത്യാധുനിക F-22 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട്. ചൈനീസ് ഇന്റലിജൻസ് കമ്പനി പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ഈ നിർണായക വിവരങ്ങളുള്ളത്. ചൈനീസ് വാണിജ്യ ഉപഗ്രഹ കമ്പനിയായ ചാങ്ഗുവാങ് സാറ്റലൈറ്റ് ടെക്നോളജി പകർത്തിയ ചിത്രങ്ങളിൽ ഇസ്രായേലിലെ ഒരു പ്രധാന വ്യോമതാവളത്തിൽ 11 F-22 വിമാനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത് വ്യക്തമാണ്. ഇറാനിൽ നിന്നോ മറ്റ് സായുധ ഗ്രൂപ്പുകളിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചതെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണിത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പ്രധാന കരുത്ത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ഇത്ര വലിയ തോതിലുള്ള സാന്നിധ്യം മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അതേസമയം വർഷങ്ങളായി തുടരുന്ന ഇറാൻ ആണവ കരാർ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയുണ്ടെന്ന് റിപ്പോർട്ട്. ചർച്ചകളിൽ പുരോഗതിയുണ്ടായതിനെ തുടർന്ന് അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ തുടരുവാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയതായി അന്താരാഷ്ട്ര മധ്യസ്ഥർ വെളിപ്പെടുത്തി. US പ്രതിനിധികളും ഇറാനും നേരിട്ട ചർച്ചകളിൽ ഏർപ്പെടുന്നില്ലെങ്കിലും യൂറോപ്യൻ യൂണിയന്റെയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുടെയും ഇടപെടലിലൂടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതുവരെ നടന്ന ചർച്ചകളിൽ ചില പ്രധാന കാര്യങ്ങളിൽ ധാരണയായെന്നും ഇത് കൂടുതൽ വിപുലമായ കരാറിലേക്ക് നയിക്കുമെന്നുമാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തയാഴ്ച കൂടുതൽ ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന വാർത്തകൾക്കിടയിലും ഇറാനെ വിശ്വസിക്കുവാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ. മേഖലയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.